ശനിയാഴ്ച രാത്രി ഉണ്ട് പാപ്പനെ മോൻ വിളിച്ചിട്ട് പറയണേ നമുക്ക് ഞായറാഴ്ച രാവിലെ തന്നെ ഒന്ന് കണ്ണാശുപത്രി പോകണം, എന്തോ കണ്ണിൽ ചെറിയൊരു മരുന്ന് എത്തിക്കാണ്ടേന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, ആ പോക്കാട്ടോ അവൻ്റെ കൂടെ ഉള്ളത്. കാരണം റിട്ടേൺ വരുമ്പോൾ അവന് കണ്ണിന് ചെറിയ മങ്ങലുണ്ടാവും ഇത് ഇട്ടിച്ചോണ്ട്. അപ്പോൾ എന്നോട് ബൈക്ക് എടുക്കാൻ അങ്ങനെ പോകണ വഴിക്ക് നമ്മളെ ലുലു മാളിൻ്റെ ഇതൊന്നും ഉണ്ട്. ഞാൻ ഒരു വട്ടം കയറിയ കേട്ടോ, വലിയ ഇതെന്ന് അറിയാനില്ല. ഹൈലൈറ്റ് മാളിനെ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇനി ഭാവിയിലേക്ക് എന്താവുന്നൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ അത് കുറച്ച് നേരം ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നേരെ പോയി. ഇന്ന് എന്താണെന്ന് അറിയില്ല, ഞായറാഴ്ച തീരെ മഴയും കാര്യങ്ങളൊന്നും ഇല്ല, അത്യാവശ്യം കൂടുതൽ വെയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് ഡോക്ടർമാരും സ്റ്റാഫും ആരും എത്തിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചു ഓരൊക്കെ എപ്പോഴാണ് എത്തുകയാണ്. ഒരിപ്പോൾ എത്തും മക്കളെ, നിങ്ങൾ കുറച്ച് നേരം അവിടെ കയറുന്നത്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ നിന്ന് കാത്തുനിന്നപ്പോഴത്തേക്ക് ടീംസ് എത്തിയിട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറി നേരെ കുറച്ച് നേരം ഇരുന്ന് എന്നെന്താ കുറേ നേരം ഇരിക്കേണ്ടി വന്നിട്ടേക്ക്. 1 മണിക്കൂറിൻ്റെ അടുത്ത് അവന് കണ്ണിൽ ഉറ്റിച്ചോണ്ട് അങ്ങനെ ഇരിക്കണം പറഞ്ഞു. കുറച്ച് കാണിക്കും, ഡോക്ടറെ കാണിക്കുക, പിന്നെയും കുറച്ച് നേരം ഇരിക്കുക. അവിടുത്തെ ഡോക്ടറായാലും സ്റ്റാഫായാലും ഒക്കെ നല്ല ആൾക്കാരാട്ടോ, നല്ല കൈകാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഹോസ്പിറ്റലാണെങ്കിൽ അത്യാവശ്യം നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ എന്തായാലും വരല്ലേ, നമുക്ക് നേരെ ഒന്ന് ബീച്ച് പോയി കളറിഞ്ഞു. അങ്ങനെ ബീച്ച് പോയൊക്കെ കൊണ്ടുവരേട്ടൻ വലയും കൊണ്ട് കടലിലേക്ക് പോണേ. മൂപ്പര് ധൈര്യം സമ്മതിക്കണം കേട്ടോ. മൂപ്പര് എല്ലാ ധൈര്യത്തിലും ഉഷാറായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക്, ആ തിരമാലയിൽ ഉള്ളിലേക്ക് പോയിട്ട് ആ വല ഇടണം കേട്ടോ. അവരൊരു ധൈര്യം അപാരം തന്നെയാണ്. കഴിഞ്ഞ് ചെറുതായിട്ടൊരു ചായ ഉപ്പിലിട്ടൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് മടങ്ങി.